ഇതൊരു ചികിത്സാ മേഖലയിലേക്കും ചികിത്സ എന്ന് പറയല്ല, ഇതൊരു മുറയാണ്, ഇതൊരു ജീവിത രീതിയാണ്, ജീവിതചര്യയാണ്. രോഗാവസ്ഥയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭക്ഷണത്തേക്കാൾ ഏറെ മരുന്നുകൾ കഴിക്കുന്നു, അഥവാ മരുന്നു കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നു പറയുന്നതായിരിക്കും ശരി. എന്നാൽ ഭക്ഷണം തന്നെ മരുന്നാക്കിയാൽ ശാരീരികമായ പല വേദനകൾക്കും അസുഖങ്ങൾക്കും പരിഹാരമുണ്ടാകുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? തളാപ്പ് അഴീക്കോടൻ റോഡിലെ LV ഷാജി ഗുരുക്കൾ തന്റെ ചികിത്സാരീതിയായ അടങ്കൽമുറ ചികിത്സയ്ക്ക് പിന്നാലെ നൽകുന്ന മരുന്ന് എന്നു പറയുന്നത് ഭക്ഷണമാണ്. പരമ്പരാഗതമായി നാം പിന്തുടരാറുള്ള ചികിത്സാരീതിയിൽ നിന്നും മാറി വേറിട്ട ഈ ചികിത്സാരീതിയിൽ നിന്നും ഫലം കണ്ടു തുടങ്ങിയതോടെ ഷാജി ഗുരുക്കളെ കാണാൻ നിരവധി പേരാണ് ഇന്നെത്തുന്നത്. അടങ്കൽമുറ എന്നത് ചികിത്സയ്ക്കുപരി ഒരു മുറയാണ്, അഥവാ ജീവിത രീതി കൂടിയാണ്, ജീവിതചര്യ കൂടിയാണ്. ഓരോരുത്തരും അത് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ടെന്ന് ഗുരുക്കൾ പറയുന്നു. മുറയാണ്, ഇതൊരു ജീവിത രീതിയാണ്, ജീവിതചര്യയാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു അറിവെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പഠിച്ചത് കൊണ്ടാവില്ല, പഠിപ്പിക്കുന്നത് കൊണ്ടോ അല്ല, ഇത് ആയിത്തീരുന്നൊരവസ്ഥയാണ് ഇതിൻ്റെ ഒരു മാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. കാരണം ഇത് 2, 3, 4 ദിവസം കൊണ്ട് പഠിക്കേണ്ട ഒരു കോഴ്സോ വിഷയമോ അല്ല. നമുക്കൊരു അറിവിലേക്ക് നമ്മൾ ഈ അവസ്ഥയിലേക്ക് ആയിത്തീരലാണ്. ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഒരു ഭാഷ പറയുകയാണെങ്കിൽ ശരിക്കും കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തുന്നൊരവസ്ഥയാണ്. ഏതൊരു അസുഖാവസ്ഥയും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ബന്ധപ്പെട്ടിരിക്കുന്നതാണത്രേ. ഈ ഓരോ അവയവങ്ങളും ശരീരത്തിലെ നട്ടലുകൾക്കിടയിലെ കശേരുക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ത്വക്കുപോലും നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന വിവിധതരം രോഗാവസ്ഥയ്ക്ക് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഇവയിൽ പലതും കൃത്യമായ ജീവിതശൈലിയിലൂടെ, ഭക്ഷണത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങളുടെ കുറവ് ഭക്ഷണത്തിലൂടെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഷാജി ഗുരുക്കൾ പറയുന്നു. ഏതൊരു നമുക്കുള്ള രോഗാവസ്ഥയായിക്കോട്ടെ, മറ്റെന്ത് അസ്വസ്ഥത ഉണ്ടാകുന്ന സുഖമല്ലാത്തൊരവസ്ഥ, അത് ഏതെങ്കിലും ശരീരത്തിൽ ഓരോ ഓർഗൻസിനെയും ബാധിച്ചിട്ടുണ്ടാവും. ഈ ഓരോ ഓർഗൻസും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ നട്ടല് ഇവിടുന്ന് മുതൽ നമ്മുടെ സൈക്രാൾസോ കോക്സിക്സ് വരെ അവസാനിക്കുന്ന അത്രയും കശേരുക്കളുടെ ഇടയിൽ സെർവിക്കലായിക്കോട്ടെ, തൊറാസിക് ആയിക്കോട്ടെ, ലംബാർ ആയിക്കോട്ടെ, ഈ സെക്ഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയും സെക്ഷൻസ് ഇതിനെ ഓരോന്നിനെയും ബാധിച്ച് കിടക്കുന്ന ആ ഒരു നാഡിയിടിപ്പ്, നമ്മുടെ നാഡിയുടെ ആ ഒരു തരംഗം, നമുക്കൊരു വീട്ടിൽ, ഒരു ബിൽഡിങ്ങിൽ ഒരു ഊർജം എന്ന് പറഞ്ഞതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞത് കറണ്ട് ആർക്കും കാണാൻ പറ്റുന്നില്ല. പക്ഷേ മീറ്ററും ന്യൂട്രും ഫേസും മറ്റുള്ള ബൾബും സ്വിച്ചും മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഹൃദയത്തിൻ്റെ പൾസിന്, നമ്മൾ ഹാർട്ടിൻ്റെ പൾസിന് കണക്കായിട്ട് സ്പൈനൽ പൾസ് ടക് 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 ടക്, ഈ പൾസ് ഓരോ ഓർഗൻസിലേക്കും ചെന്നെത്തുന്നുണ്ട്. ഇതിൻ്റെ ടൈമിങ് ഓരോ ഓർഗൻസിലേക്കും കറക്റ്റ് ടൈമിംഗ് ആയിട്ട് യഥാർത്ഥ അളവിൻ്റെ തോതിൽ ആ സ്റ്റിമുലേഷൻ കറക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഗൻസ് എപ്പോഴും ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഏത് ഓർഗൻസിനെ ബാധിക്കുന്നതാണ്. ആ ഓർഗൻസിലേക്ക് പോകുന്ന നാഡി, ഇപ്പോൾ നമുക്ക് ശ്വാസകോശമാണെങ്കിൽ ശ്വാസമുട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഇതാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് ആ ബോണുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് സംഗതി നമുക്ക് ടച്ച് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഒരാളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ശ്വാസമുട്ടലുണ്ട്. അപ്പോൾ ഈ ബോൺ സെറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഡിസ്ക് കറക്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് ആ നാഡി അതിൻ്റെ പൾസ് റേറ്റ്, പൾസിൻ്റെ ടൈമിങ് ടക് ടക്, ആ ഒരു പൾസിൻ്റെ ടൈമിങ് ഷാർപ്പാക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിലേക്ക് നമുക്ക് ആ സ്പോട്ടിൽ ശ്വാസമുട്ടൽ നമുക്കൊരു വ്യക്തിയുടെ മാറ്റാൻ പറ്റും. നമുക്കൊരു മെഡിസിൻ്റെ ആവശ്യമില്ല. മൈഗ്രെയിൻ പോലുള്ള നമ്മെ അലട്ടുന്ന രോഗങ്ങൾ 3-4 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ഗുരുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അത് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രധാനമാണ്. കഴിക്കുന്ന ഭക്ഷണം, അതാണ് നമ്മുടെ മരുന്ന്.
ഇരുത്തത്തിലും നടത്തത്തിലും ഉൾപ്പെടെ ശരീരഘടനകൾ എല്ലാം തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. യുക്തിസഹമായി രോഗികളുടെ ശരീരഘടന നോക്കിക്കൊണ്ട് തന്നെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാജി ഗുരുക്കൾ പറയുന്നു. രോഗത്തെയല്ല ചികിത്സിക്കേണ്ടത്, മറിച്ച് രോഗാവസ്ഥയാണ് ചികിത്സിക്കേണ്ടത്. കാരണം രോഗത്തെ ചികിത്സിക്കുമ്പോൾ അത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ആ ഓർഗൻസിനെ ബന്ധിച്ചുകൊണ്ട് നമുക്ക് നാഡിയുടെ ആ ഒരു പൾസ് റേറ്റ് കൃത്യമായിട്ട് ചെയ്യുകയും അതാത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാൻ ആ സ്പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനധിക സമയം വേണ്ട, 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരാളെ പ്രോബ്ലം ക്ലിയർ ചെയ്യും. നമുക്ക് മൈഗ്രെയിൻ ഒക്കെ ആ സ്പോട്ടിൽ 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് മൈഗ്രെയിൻ മാറ്റാൻ പറ്റും. പക്ഷേ പിന്നീട് വരാതിരിക്കാൻ നമ്മൾ നോക്കണം. പിന്നീട് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് സപ്ലിമെൻ്ററി ഫുഡിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റും, ഏതൊക്കെ ഫുഡാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നത്, അത് അറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് വേണ്ടത്, സിറ്റിംഗ് എങ്ങനെയാണ്. നമുക്ക് ഒരുപാട് പേര് ഉണ്ട്, നമ്മളെ ഒരു സിറ്റിങ്ങിൻ്റെ രീതി, പൊസിഷൻ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷൻ നമുക്ക് നട്ടലിൽ നമുക്ക് ടയർഡ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ബാക്കിലൊക്കെ തള്ളുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അത് സ്ഥിരം എക്സസൈസ് ചെയ്യുന്ന, വ്യായാമം ചെയ്യുന്ന, ആയോധന കലയോ മറ്റോ ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല. അതൊന്നും ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കുമ്പം അത് ശീലിക്കുകയാണെങ്കിൽ അതവിടെ S1-ഉം ലംബാർ 1 L1 to 5-ഉം പിന്നോട്ടേക്ക് തള്ളിയിട്ട് മറ്റൊരു അസുഖത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പലതരത്തിലുള്ള കാരണത്താൽ മുട്ടു തേയ്മാനവും വേദനയും വരാം. പക്ഷേ ഈ രോഗാവസ്ഥയ്ക്ക് ഗുരുക്കളുടെ അഭിപ്രായത്തിൽ മുട്ടിനല്ല ചികിത്സ നൽകേണ്ടത്. പകരം അതിന് കാരണമാകുന്ന അരക്കെട്ടിൽ നിന്നും കാൽമുട്ടിലേക്കുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. കാൽമുട്ടിലെ മജ്ജ ഉണ്ടാവാനായി വൈറ്റമിൻ D വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നാടൻ പ്രയോഗങ്ങൾ നമ്മുടെ അടുക്കളയിൽ അഥവാ പ്രകൃതിയിൽ നിന്നു ലഭ്യമാണെന്ന് ഷാജി ഗുരുക്കൾ പറയുന്നു. ഭാരമുള്ളൊരു വ്യക്തി ഒരു വശം തന്നെ നമ്മൾ ചെരിഞ്ഞ് നടക്കുന്ന ഒരു ആംഗിൾ, ഇരിക്കുന്ന ഒരു ആംഗിൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പം പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും കാലക്രമേണ മുട്ട് വേദനയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ മുട്ടുവേദന പല തരത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഒരൊറ്റ കാരണമല്ല വരുന്നത്. പക്ഷെ എല്ലാറ്റിനും എൻ്റെ അഭിപ്രായത്തിൽ മുട്ടല്ല കാരണക്കാരൻ. നമുക്ക് മുട്ടിനല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു സർക്കിൾ ജംഗ്ഷനിൽ ജാം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു വഴിയിലേക്ക് വാഹനങ്ങൾ പോകുന്ന സ്റ്റോപ്പാവും, അല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ ഒരു വീട്ടിലേക്ക് നിങ്ങൾ വഴിക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇന്ന സാധനം ഇത് പോകുന്ന വഴിക്ക് കൊടുത്തേക്കെന്ന് പറയുമ്പം ആ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്ന വഴിക്കാണ് സാധനം കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് സാധനം കൊടുക്കുന്നില്ല. ശരിയല്ലേ? ഞാൻ കറക്റ്റ് മനസ്സിലാൻ വേണ്ടി ലോജിക്ക് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ പെൽവിസ്, നമ്മളെ ഇടുപ്പിൽ നിന്നാണ് ലെഫ്റ്റ് റൈറ്റിലേക്കും നമ്മളെ സർക്കുലേഷൻ, നാഡിയും ബ്ലഡ് സെൽസും നമ്മളെ മുട്ടിലേക്ക് മുട്ട് വഴി അങ്ങ് ഒഴുകി പോകുന്നത്. മുട്ടിന് കിട്ടേണ്ട പോഷകാംശവും ലവണാംശവും എവിടെ നിന്ന് വരേണ്ടതാണ്? അരക്കെട്ട് വഴിയാണ് വരേണ്ടത്. ഇതാണ് ഇതിൻ്റെ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷൻ മുട്ടുവേദനയുള്ളവർക്കെല്ലാം അരക്കെട്ട് സ്റ്റിഫായിരിക്കും. അരക്കെട്ട് ലൂസാക്കിയിട്ട് ഇവിടത്തേക്ക് വരുന്ന റൂട്ട് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മുട്ടിൻ്റെ മുകളിലൊന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു പെട്ടെന്ന് വെച്ച് മുട്ടുവേദനയോടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നീട് മജ്ജ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെണ്ടക്കയുടെയും മുരിങ്ങയുടെയും കസ്തൂരിവണ്ടിയുടെയും ഒരുപാട് ആ വൈറ്റമിൻ D ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാടൻ പ്രയോഗങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ അടുക്കളയിൽ. നമുക്കൊരു മരുന്നിൻ്റെ പിന്നാലെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ D പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും മുതിർന്നവർക്കും കൊടുക്കുന്ന ചികിത്സയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. പ്രായവും ആരോഗ്യശേഷിയും അടിസ്ഥാനമാക്കി വേണം ചികിത്സ നൽകാൻ. മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും ഒരു രോഗാവസ്ഥ വരുന്നതിന് കാരണം ശരീരത്തിലെ നീർക്കെട്ടും വിളർച്ചയും നട്ടെല്ലിന്റെ ശാസ്ത്രീയമായ രീതിയിൽ നിന്നുള്ള മാറ്റവുമാണെന്ന് ഷാജി ഗുരുക്കൾ പറയുന്നു. പക്ഷേ സ്ത്രീകൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫെദർ ടച്ച്, അവരുടെ ടച്ച് നമ്മൾ കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസം വരും. കുട്ടിക്കാണെങ്കിൽ അതിന് കൊടുക്കുന്ന മർദ്ദം വേറെയാണ്. മിഡിൽ ഏജിന് നമ്മൾ യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന മർദ്ദം വേറെയാണ്. പ്രായമുള്ളവരാണെങ്കിൽ അതിനടക്കായിട്ടുള്ള വ്യത്യാസം വേറെയാണ്. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന പ്രായവും ബോഡിയുടെ ആരോഗ്യത്തിൻ്റെ ശേഷിയും മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ അവരുടെ മേലെ കൊടുക്കുന്ന അതൊരു സ്റ്റിമുലേഷൻ നമുക്കൊരു മനസ്സിലാവത്, ഒരു ടെമ്പറേച്ചർ മനസ്സിലാകും. ശരിക്ക് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് അത് കണ്ണ് പൂട്ടിയിട്ടായാലും നമുക്ക് കണ്ണടച്ചുകൊണ്ട് അതിനടക്കൊരു വഴക്കം നമുക്ക് വർഷങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിലേക്ക് എത്തിക്കോളും. ഈ ബോഡിയിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന ആ ഒരു ലെവലിലേക്ക് വന്നോളും. അത് ഒരു വഴക്കാണത്, അതൊരു കൈവഴക്കാണത്. എല്ലാവരിലും ഒരുപോലെ നമ്മൾ ശേഷി കൊടുക്കാൻ പറ്റില്ല അത്. 10 വർഷത്തോളം ചികിത്സ ചെയ്തിട്ടും ഫലം കാണാതെ അസഹനീയമായ നടുവേദനയുമായാണ് തലശ്ശേരി സ്വദേശി അബ്ദുൾ ജബ്ബാർ ഷാജി ഗുരുക്കളുടെ അടുത്തെത്തിയത്. 2 ആഴ്ചത്തെ ചികിത്സ കൊണ്ട് അബ്ദുൾ ജബ്ബാറിന് നടക്കാനും സ്വയം വാഹനമോടിച്ച് വീട്ടിലേക്ക് പോകാനും സാധിച്ചു. എനിക്ക് ഈ ബാക്ക് പെയിൻ കുറേ വർഷങ്ങളായി. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ആയുർവേദിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 10 ഇയേഴ്സോളായി. അപ്പോൾ ഇതിന് റീസെൻ്റ്ലി നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടിയ സമയത്തായിരുന്നു ശരിക്കും വണ്ടിയിൽ കടന്നിട്ടാണ് വന്നത്.
വന്നതിന് ശേഷം കുറച്ച് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം കുറച്ച് നടക്കാൻ പറ്റി. പിറ്റത്തെ ആഴ്ച പോയി വീട്ടിൽ നിന്ന് തിരിച്ചു പോയി. പിറ്റത്തെ ആഴ്ച വന്നിട്ട് വീണ്ടും ചെയ്തതിന് സമയത്ത് നല്ലൊരു വ്യത്യാസം, എനിക്ക് നടക്കാനും ഒക്കെ പറ്റി. എനിക്കൊന്ന് ഡ്രൈവ് ചെയ്തത് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഒരു 6-7 തവണയായി വരുന്നത്. 7ാമത്തെ തവണയായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുത്തുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ ഇതിൻ്റെ ബോണ് പഴയ പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എനിക്കൊന്ന് മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ. ബാക്കി എല്ലാവരും പഴയ പൊസിഷനിലേക്ക് അങ്ങനെ വരുന്നില്ല. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റോടുകൂടി പഴയ പൊസിഷനിലേക്ക് വരാനും പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് നടക്കാനുള്ള ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാതെ ഈ ബാക്ക് പെയിനെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകത. അഴീക്കോട് സ്വദേശി റാഷി കെ ബൈജുവിന്റെ 2 കൈമുട്ടുകളും വേദന കൊണ്ട് അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കൈകെട്ടി 1.5 മാസത്തോളം ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് ഇദ്ദേഹം ഷാജി ഗുരുക്കളുടെ അടുത്തെത്തുന്നത്. ഷാജി ഗുരുക്കളുടെ ചുരുങ്ങിയ സമയത്തെ ചികിത്സ കൊണ്ട് തന്നെ 90% കൈമുട്ട് വേദന ഭേദമായതായി റാഷി കെ ബൈജു പറയുന്നു. ആദ്യമായിട്ട് ടെന്നീസ് എൽബോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ ഷാജർ വൈദ്യരെ കാണുന്നത്. അതിന് മുമ്പ് ഞാനൊരു 1.5 മാസത്തോളം 2 കൈമുട്ടിലും നല്ല രീതിയിൽ ടെന്നീസ് എൽബോ വന്നിട്ട് കൈമുട്ട് വേദന വന്നിട്ട് സാധാരണ ട്രഡീഷണലായിട്ട് പാരമ്പര്യ വൈദ്യം ചികിത്സിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ രീതിയിൽ പൂർണ്ണമായിട്ടും വേദന മാറിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഷാജർ വൈദ്യരെക്കുറിച്ച് അറിയുന്നതും അതിനുശേഷം ഞാനിവിടെ വിളിച്ചു സംസാരിച്ചു, സമയം തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഈ വേദനക്കൊരു ശമനം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. സോ ആയിട്ട് ഞാനത് ആ രീതിയിൽ മുഖവിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ വന്ന് ഒരു 10-20 മിനിറ്റ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു അദ്ദേഹം സാധാരണ ട്രീറ്റ്മെൻറ്റ് ഉപരിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് ചെയ്തത്. നമ്മുടെ ജോയിൻസൊക്കെ പിടിച്ച് പ്രഷർ ചെയ്തിട്ട് ഇടുകയും ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം കക്ഷിയോട് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കൂ, നിങ്ങളൊന്ന് നടന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ റെഡി ആയിട്ട് ഒന്ന് നോക്കൂ, വേദന കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചേഞ്ചസാണ് ആ 10-20 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം വേറെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 20 മിനിറ്റ് ഉള്ളൊരു ചികിത്സ കൊണ്ട് തന്നെ ഏകദാണ്ട് ഒരു 90% ഭേദപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഇപ്പം വേറെ വിഷയമൊന്നുമില്ല. കുറേ ആൾക്കാരുടെ ഇപ്പം അമ്മക്ക് കുറേ വർഷമായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് അലോപ്പതി കുറേ നാൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അലോപ്പതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറില്ല, നമുക്ക് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഷാജി വൈദ്യരെ വന്ന് കാണിച്ചിട്ട് ഒരു 40 ദിവസത്തെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ നല്ല രീതിയിൽ ഇപ്പം വേറെ മരുന്നൊന്നും കാര്യമായിട്ട് അമ്മ യൂസ് ചെയ്യുന്നില്ല. അതിലും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രധാനമായും ശരീരഘടന, മർമ്മസ്ഥാനം, മനുഷ്യ ശരീരത്തിലെ ഉഷ്ണപ്രകൃതം, ശീതപ്രകൃതം എന്നീ 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഷാജി ഗുരുക്കൾ ചികിത്സ നൽകുന്നത്. നാഡീ സംബന്ധമായ വേദന, കൈകാൽ മുട്ടുവേദന, നടുവേദന, ഡിസ്ക് തെറ്റിയത്, രക്തക്കുറവ് തുടങ്ങിയ രോഗാവസ്ഥയ്ക്ക് എല്ലാം തന്നെ വളരെ വേഗം ശമനമുണ്ടാകുമെന്നാണ് ഗുരുക്കളുടെ ഭാഷ്യം. 20-25 വർഷത്തോളം പഴക്കമുള്ള വേദനകളും ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഷാജി ഗുരുക്കൾ അവകാശപ്പെടുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ബാംഗ്ലൂർ, മൈസൂർ, മധ്യപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലും നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചികിത്സയുടെ ഭാഗമായി ക്യാമ്പുകൾ ഷാജി ഗുരുക്കൾ സംഘടിപ്പിച്ചു വരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ സ്വയം ചെയ്യാൻ കഴിയുന്ന ശരീരത്തിലെ ബോൺ സെറ്റിങ്ങിനെ കുറിച്ച് ഷാജി ഗുരുക്കൾ ഇന്ത്യൻ സൈനികർക്ക് ക്ലാസുകൾ നൽകാറുണ്ട്. തലമുറകളായി കൈവരിച്ച വൈദ്യ പാരമ്പര്യവും കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ഗുരുക്കന്മാരും ഷാജി ഗുരുക്കൾക്കുണ്ട്. സിവിൽ പഠിച്ചെങ്കിലും പിന്നീട് ബിസിനസ് മേഖലയിലേക്ക് തിരിഞ്ഞു. അതിനിടയിൽ ഇടയ്ക്കൊക്കെ ചികിത്സിക്കാറുണ്ടായിരുന്നുവെങ്കിലും ആളുകൾ അറിഞ്ഞുവരാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ 10 വർഷമായി മറ്റെല്ലാ ബിസിനസ്സുകളും മാറ്റിവെച്ച് ഷാജി ഗുരുക്കൾ ചികിത്സാ മേഖലയിൽ സജീവമായി തുടരുകയാണ്. ബോൺ സെറ്റിംഗ്, പാരമ്പര്യ വൈദ്യം എന്നീ വിഷയത്തിൽ യൂണിവേഴ്സൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ നിന്നും ഡോക്ടറേറ്റും ഷാജി ഗുരുക്കൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലം, ദേശീയ നാട്ടുവൈദ്യ അസോസിയേഷൻ, ആൾട്ടർനേറ്റീവ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കൗൺസിൽ, ഭാരത സേവക് സമാജ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ ഷാജി ഗുരുക്കളെ തേടിയെത്തിയിട്ടുണ്ട്.
ക്യാമറമാൻ നാജി ഒമറിനൊപ്പം നയന ബാബു, കണ്ണൂർ മീഡിയ.